Hello everyone, welcome back to my channel. Welcome to Easy Foods. ഇന്നത്തെ സ്പെഷ്യൽ ക്യാരറ്റ് ഹൽവയാണ്. വെറും ക്യാരറ്റ് ഹൽവയല്ല, ഇൻസ്റ്റൻറ്റ് ഖോവയൊക്കെ ചേർത്തിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാകിസ്ഥാനീസിൻ്റെ സ്വീറ്റ് ഷോപ്പിൽ നിന്ന് ക്യാരറ്റ് ഹൽവ മേടിക്കുമ്പോൾ എപ്പോഴും ഈ ഒരു കോമ്പിനേഷനിലാണ് കിട്ടാറുള്ളത്. നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു മെത്തേഡ് തന്നെ ഇവിടെ ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: അണ്ടിപ്പരിപ്പ്, ബദാം, കിസ്മിസ്, ഏലക്കാപ്പൊടി, 3 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 3/4 കപ്പ് പഞ്ചസാര, ഖോവ, 3 കപ്പ് പാല്, ആവശ്യമുള്ള നെയ്യ്. ഒരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നട്ട്സുകൾ വറുത്തെടുക്കാം. നട്ട്സിന് ഞാൻ പ്രത്യേകിച്ച് ഒരളവൊന്നും പറഞ്ഞിട്ടില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ പ്രസ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബെൽ പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ പുതുതായിട്ട് 3 ഓപ്ഷൻ കാണിക്കും. അതിൽ മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യാൻ മറക്കരുത്. നട്ട്സ് വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞ ഖോവ ഉണ്ടാക്കുന്നതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. നട്ട്സ് വറുത്ത് കോരി അതേ പാനിലേക്ക് തന്നെ 1 സ്പൂൺ നെയ്യ് ചേർക്കുക. എന്നിട്ട് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് വെറ്റിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഖോവ റെഡിയാക്കി എടുക്കാം. പാൽപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. പാൽ നന്നായിട്ട് വെറ്റിച്ചെടുത്ത് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഖോവ റെഡിയാക്കി എടുക്കാം. ആക്ച്വലി ഖോവ മേക്കിംഗ് ഇങ്ങനെയല്ല. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് സ്വീറ്റ്സിലേക്കൊക്കെ ഖോവ ചേർക്കേണ്ട ആവശ്യം വരുമ്പോഴാണ് ഇതുപോലെ ഉണ്ടാക്കുന്നത്. ഈ ഖോവ ഉപയോഗിച്ചിട്ട് തന്നെ ഞാനൊരു ബദാം ഡേറ്റ്സ് ഖീർ ചെയ്തിരുന്നു. എല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി കാണുക. അതിൽ ഞാൻ ഇതുപോലെ ഇൻസ്റ്റൻറ്റ് ഖോവ മെത്തേഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണയായിട്ട് ഖോവ നല്ല പ്യുവർ വൈറ്റിലാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാറ്. ആ വീഡിയോയിൽ, മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാനിവിടെ ഒന്ന് ടോസ്റ്റ് ചെയ്തത് മാതിരി ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്യുവർ വൈറ്റിൻ്റെ ആവശ്യമില്ല. ഒന്നും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ നന്നായിട്ട് മൊരിപ്പിച്ചെടുക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ ഒരു കളറിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ളത്. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് ക്യാരറ്റ് ഹൽവ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഒരുപാട് സമയം ഇട്ട് ഇളക്കൊന്നും വേണ്ട. ക്യാരറ്റ് എല്ലാ ഭാഗത്തേക്കും നെയ്യൊന്ന് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 3 കപ്പ് പാല് നമ്മൾ മാറ്റി വെച്ചത് ഒഴിച്ചു കൊടുക്കുക. പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ട് തുറന്നിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കണം. പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കെന്തോ അങ്ങനെ ചെയ്യുമ്പോൾ പാലൊരു പിരിഞ്ഞൊരു ഫീലിംഗ് തോന്നാറുണ്ട്. പിരിഞ്ഞിട്ടല്ല, ഒരു ശരിയായ നമ്മൾ തുറന്ന് വെച്ചിട്ട് ചെയ്യുന്ന ടെക്സ്ചർ കിട്ടാറില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതി ഉപയോഗിക്കാം. ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പാൽ ഏകദേശം വറ്റിയിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ഒന്ന് മെൽട്ടായി വരുമ്പോൾ ഒന്നും കൂടെ കുറച്ച് ലൂസാവും. അപ്പോൾ നമ്മൾ ശരിക്കൊരു എന്താ പറയുക, നമ്മൾ ഫ്രൂട്ട്സൊക്കെ കാരമലൈസ് ചെയ്തെടുക്കാറില്ലേ, അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് പോലെ കിട്ടുമല്ലോ. അങ്ങനെ നമ്മളുടെ ഹലുവ ആയി കിട്ടും. ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ആ ലൂസ് കൺസിസ്റ്റൻസി ഒന്ന് മാറി സെയിം ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന അതേ കൺസിസ്റ്റൻസി ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ഖോവ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയം നിങ്ങൾക്ക് മാറ്റി വെച്ച നട്ട്സ് വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ആ ടൈമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഏതായാലും നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. കൂടെ നോട്ടിഫിക്കേഷൻ ബെല്ല് പ്രസ് ചെയ്യാനും. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.